ഹലോ ഗായ്സ്, ഇന്ന് ഒത്തിരി ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് തിരക്കായിരുന്നു ഗൈസ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പം മിക്ക ആളുകൾക്കും ഉണ്ട് ഫാറ്റ് ലിവർ. ഫാറ്റ് ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക്, ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലിവർ പ്രോബ്ലം നമ്മൾ എൻഡോസ്കോപ്പി അതുപോലെ സ്കാനിങ് ഇതെല്ലാം മുഖാന്തരം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ആകെ ടെൻഷനാകും. പക്ഷേ അത്തരത്തിൽ എനിക്കും ഒരു ടെൻഷനുണ്ടായി. പക്ഷെ ഒന്നും പേടിക്കാനില്ല കേസ്. നമ്മൾ രാവിലെ എണീറ്റ് നടക്കുക, അതുപോലെ തന്നെ വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കുക. അതുകൂടാതെ വറുത്തതും പൊരിച്ചതുമായ ആഹാരപദാർത്ഥങ്ങൾ, അതായത് നമ്മുടെ പഴംപൊരി അതുപോലെയുള്ള പലഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. അതുകൂടാതെ നമുക്ക് എക്സസൈസ് ചെയ്യണം. ഫാറ്റ് ലിവർ എക്സസൈസ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ നന്നായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ നന്നായിട്ട് ചെയ്യുക. അതുപോലെ പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു 7 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിരിക്കണം, മസ്റ്റായിട്ടും കഴിക്കണം. അതുപോലെ ചോറ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കും. അങ്ങനെ കഴിക്കരുത്. കാരണം ചോറ് നമുക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കുകയുള്ളൂ. വൈകുന്നേരം അത്രയ്ക്ക് വിശക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ചപ്പാത്തി 2 അത്രയൊക്കെ കഴിച്ചാൽ മതി. ഇപ്പം ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വെയിറ്റ് പരമാവധി കുറയ്ക്കണം. ഈ ഫാറ്റ് ലിവറിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വല്ലാത്ത വേദന ഉണ്ടാവുക, അതുപോലെ തന്നെ ചൊറിച്ചിൽ, കൈകളെല്ലാം മരവലുണ്ടാവുക, അങ്ങനെയുള്ള പല അസുഖങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വെയിറ്റ് കുറച്ചു. അങ്ങനെ അസുഖങ്ങൾക്കൊക്കെ വളരെയധികം മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റ് ലിവർ, പിന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആണല്ലോ പ്രത്യേകിച്ച് ലേഡീസിന്. ജെൻസ് ആണെങ്കിൽ ആൽക്കഹോൾ ഒട്ടും കഴിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ പെണ്ണുങ്ങൾക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വറുത്ത് പൊരിയായിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത്. നമ്മൾ 4 മണി പലഹാരത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ അധികവും അങ്ങനെയുള്ള വസ്തുക്കളാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അപ്പം നമ്മുടെ അസുഖത്തിന് നാളെ വളരെ കുറവ് കിട്ടും. പിന്നെ 3 മാസം കൂടുമ്പോൾ നമ്മുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഇല്ല എന്ന് കുറവുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും കൂടി ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ എനിക്ക് ഇന്ന് പറയാനുള്ളൂ. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.